നമസ്കാരം. പങ്കെടുക്കുന്നവരുടെ എണ്ണം കണക്കാക്കിയാൽ ഭാരതത്തിലെ തന്നെ ഹൈന്ദവരുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലും തീർത്ഥയാത്രകളിലും ഒന്നാണ് കൻവാർ യാത്ര. ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും ലക്ഷങ്ങളാണ് മാസങ്ങൾ നീളുന്ന ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ആഘോഷമായിട്ട് തന്നെ അവർ വളരെ വ്രതശുദ്ധിയോടുകൂടി നമ്മുടെ ശബരിമലയിൽ 41 ദിവസങ്ങളിലേക്കാണ് ഇവർ വ്രതമെടുക്കുന്നതെങ്കിൽ കൻവാർ യാത്രയ്ക്ക് പോകുന്നവർ മാസങ്ങൾ നീളുന്ന വ്രതങ്ങളാണ് ഇക്കാര്യത്തിൽ എടുക്കുന്നത്. മാംസം ഭക്ഷിക്കില്ല. പല കഠിനമായ വ്രതമനുഷ്ഠിച്ചിട്ടാണ് കൻവാർ യാത്രയ്ക്ക് പോകുന്നവർ. വലിയ കാവടി പോലുള്ള രൂപശില്പങ്ങളുമൊക്കെ ചുമന്ന് അവരുടെ ഭക്തി പ്രകടമാക്കുവാനായിട്ട് കൻവാർ യാത്ര നടത്തുന്നത് ലക്ഷങ്ങളാണ്. ഏതാണ്ട് ഒരു 6 മാസങ്ങൾ നീളും ഈ കൻവാർ യാത്രയുടെ കാലയളവ്. ഈ കൻവാർ യാത്രയിൽ ഞാൻ പറഞ്ഞല്ലോ ലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കടന്നു പോകുന്ന വഴിയിൽ നീണ്ട വിവിധ സംസ്ഥാനങ്ങളിലൂടെ ഗുവാഹട്ടിയിലും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും എല്ലാം ഈ സംസ്ഥാനങ്ങളിലെല്ലാം കൂടി കടന്നു പോകുന്ന ഈ കൻവാർ യാത്ര പലപ്പോഴും ആ പ്രദേശങ്ങളിലുള്ള കച്ചവടക്കാർക്കൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ യാത്രക്കിടയിൽ ഈ തീർത്ഥാടകർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രങ്ങളും വിശ്രമിക്കുവാനുള്ള സങ്കേതങ്ങളുമൊക്കെ ഒരുക്കുന്ന ആ വ്രതശുദ്ധി പാലിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി അവരെ സന്തോഷിപ്പിക്കുന്ന, എന്നാൽ പണം വാങ്ങി അവരുടെ കച്ചവടവും നടക്കും. പരസ്പര പൂരകങ്ങളായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥ തന്നെ ഈ കൻവാർ യാത്രയിലൂടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഏറെക്കാലമായി അത് നടന്നു പോകുന്നുണ്ട്. വലിയ സാമ്പത്തിക നേട്ടം സംസ്ഥാനങ്ങൾക്കും ഉണ്ടാകാറുണ്ട് ഈ തീർത്ഥയാത്രയിലൂടെ. തന്നെയുമല്ല, ചരിത്ര പ്രാധാന്യമുള്ളൊരു തീർത്ഥയാത്രയാണ്. ഹൈന്ദവ സംസ്കാരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്, ആഘോഷമാണ്. അപ്പോൾ ഈ തീർത്ഥാടന യാത്രക്കിടയിലേക്ക് ചില ജിഹാദികൾ നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് 19-ന് ഗുവാഹട്ടി പോലീസ്, ഈസ്റ്റ് ഗുവാഹട്ടി പോലീസാണ്, ഈസ്റ്റ് ഗുവാഹട്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണോ ഡിവിഷനാണോ, EGDP എന്നാണ് അവർ പറയുന്നത്. ഈസ്റ്റ് ഗുവാഹട്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഡിവിഷൻ, സബ്ജക്റ്റ് ടു കറക്ഷൻ, ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. EGDP വിഭാഗം മൊബൈൽ മോഷണമുണ്ടായതിനെ തുടർന്ന്, ഈ കൻവാർ യാത്രക്കിടയിൽ ഗുവാഹട്ടിയിൽ മൊബൈൽ മോഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായി 2 തീർത്ഥാടകരെ പിടികൂടി. തീർത്ഥാടകരുടെ യഥാർത്ഥ പേരുകൾ ബാബുൽ അലി, ശുക്കൂർ അലി. ഇവർ 2 പേരും, ഞാൻ ഫോട്ടോ എന്ന് കാണിക്കാം നിങ്ങളെ, തംബ്നെയിലിൽ തന്നെ ഉണ്ടായിരുന്നു, എന്നാലും അവരുടെ വ്യക്തമായ ഫോട്ടോ, പോലീസ് പുറത്തുവിട്ട ചിത്രങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അവരുടെ വേഷവിധാനങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. ഫോട്ടോ കണ്ടല്ലോ. ഹിന്ദുക്കൾ ആ കൻവാർ യാത്രയ്ക്ക് എങ്ങനെ പോകുന്നോ അതേ രീതിയിലുള്ള വേഷഭൂഷാദികൾ ധരിച്ച്, തലയിൽ പോലും കൻവാർ തീർത്ഥയാത്രികർ കെട്ടുന്ന തലത്തിലുള്ളൊരു തലയെക്കെട്ടും ഒരു ബാൻഡും കെട്ടിയിട്ടാണ് ഇരുവരും നിൽക്കുന്നത്. ഇവരുടെ ലക്ഷ്യം മൊബൈൽ മോഷണമായിരുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. 6ഓളം മോഷ്ടിക്കപ്പെട്ട മൊബൈലുകൾ, അതും കൻവാർ തീർത്ഥാടകരുടെ പക്കൽ നിന്നും മോഷ്ടിക്കപ്പെട്ട മൊബൈലുകൾ ഇവരിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ മോഷ്ടാക്കളല്ല ഇവിടെ പ്രശ്നം. ഈ ജിഹാദികൾ പല വേഷത്തിൽ ഇത്തരം തീർത്ഥയാത്രകൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറുവാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണെന്നുള്ളത് തത്വമയി ന്യൂസ് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു. കാരണം നമ്മൾ പശ്ചിമ ബംഗാളിൽ നിന്ന് പിടികൂടപ്പെട്ട ഷമീം മൊണ്ടലാകട്ടെ, പാകിസ്ഥാനിലിരുന്ന് ഭാരതത്തിൽ ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഷെഹസാദ് ഭട്ടി എന്ന കുറ്റവാളിയുടെ ഭാരതത്തിൽ സജീവമായ ശൃംഖലകളാകട്ടെ, ഇവരൊക്കെ തയ്യാറാക്കുന്ന പദ്ധതികളിൽ പലതും ഇപ്പോൾ ഹൈന്ദവ ആരാധനാലയങ്ങളെയും നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ തീർത്ഥയാത്രകളെയും ഉത്സവങ്ങളെയും ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നുള്ള കാര്യങ്ങൾ തത്വമയി ന്യൂസ്, പ്രത്യേകിച്ച് ആർ പി തോട്ട്സിലൂടെയും മറ്റ് ചർച്ചകളിലൂടെയും നമ്മുടെ ചീഫ് എഡിറ്റർ RP പറഞ്ഞിരുന്നു പ്രേക്ഷകരുമായിട്ട്, ആ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ ഇപ്പോൾ വളരെ കാര്യമായി തന്നെ ജിഹാദികൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ആശങ്കാജനകമായൊരു വസ്തുതയാണ്. രസകരമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഇത് സംബന്ധിച്ച് ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ നടത്തിയിരുന്നു. കാവി കണ്ടാൽ ഹാലിളകുന്ന ജിഹാദികൾക്ക് കുലത്തൊഴിലായ മോഷണം നടത്തുവാനായിട്ടുള്ള സമയം വരുമ്പോൾ കാവി തന്നെയാണ് യൂണിഫോം. കാരണം ഹിന്ദുക്കളുടെ ഇടയിൽ നുഴഞ്ഞു കയറണമല്ലോ. ഈ നുഴഞ്ഞു കയറ്റം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ പ്രേക്ഷകർ ചിന്തിക്കുക. അവർ ഈ തീർത്ഥയാത്രയ്ക്കിടയിൽ മാത്രമല്ല, ഭക്ഷണശാലകളായും വസ്ത്രധാരണമായും ഒക്കെ അവർ അത് അവലംബിച്ച് വരാറുണ്ട്.
പക്ഷേ അതിനും അപ്പുറത്തേക്കാണ് ഭീകരവാദികൾ. ഇപ്പോൾ ഈ ബാബുൽ അലിയും സുക്കൂർ അലിയും മോഷ്ടാക്കളല്ല, ഭീകരവാദികളായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ തീർത്ഥയാത്രയ്ക്കിടയിലേക്ക് ആയുധങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിനോ ആയിരുന്നു അവർ പദ്ധതിയിട്ടിരുന്നത് എങ്കിൽ എത്ര വലിയ ദുരന്തമായേനെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരും സൂക്ഷിക്കണം, ഹിന്ദുക്കളും സൂക്ഷിക്കണം. ചുറ്റുപാടുമുള്ള ഓരോ കടകളും നിങ്ങളോട് ഇടപഴകുന്ന ഓരോ അപരിചിതരെയും സൂക്ഷിക്കേണ്ട ഒരു കാലമാണ് ഇനി അങ്ങോട്ടേക്ക് വരുവാൻ പോകുന്നത്. കാരണം ജിഹാദികൾ പരിഭ്രാന്തരാണ്. തന്നെയുമല്ല, ഈ ഡെസ്പിറേഷൻ എന്ന് പറയുമല്ലോ, അവരുടെ പല തന്ത്രങ്ങളും പല ശൃംഖലകളും കൃത്യമായ അന്വേഷണത്തിലൂടെ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പൊളിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ, അതായത് ഈ ബാബുലിനെയും ഷുക്കൂറിനെയും പോലുള്ള ഒറ്റയാന്മാരുണ്ടല്ലോ, അവരെ കണ്ടെത്തി കൃത്യമായിട്ടുള്ള പരിശീലനം പോലും നൽകാതെ ഇൻ്റർനെറ്റിൽ നിന്ന് ബോംബ് തയ്യാറാക്കുന്ന ഒരു തമാശയായിട്ട് പറയാറുണ്ട്. നമ്മുടെ അലക്കുന്ന സോപ്പ് പോലും, തുണി അലക്കുവാൻ ഉപയോഗിക്കുന്ന സോപ്പ് പോലും ഒരു പൊട്ടൻഷ്യൽ ബോംബാണ്, അല്ലെങ്കിൽ ഒരു സ്ഫോടക വസ്തുവായി മാറ്റാവുന്ന രാസവസ്തുക്കൾ അതിനുള്ളിലുണ്ട് എന്ന്. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീട്ടിൽ നിർമ്മിച്ച ഗ്രഹനിർമ്മിത സ്ഫോടക വസ്തുവുമായി ഇതുപോലൊരു ഭീകരവാദി നുഴഞ്ഞു കയറില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഇത്തരം തീർത്ഥാടനങ്ങൾക്കിടയിലേക്കും നമ്മുടെ തൃശ്ശൂർ പൂരത്തിനിടയിലേക്കുമൊക്കെ. കാരണം അബ്ദുൾ റാഷിദ് എന്ന് പറയുന്ന ഒരു ഐസിസ് ഭീകരൻ, മലയാളിയാണ്, ഇപ്പോൾ ഹോറിഫൈഡായെന്ന് പറയപ്പെടുന്നു. ആ ജിഹാദിയുടെ ഒരു ശബ്ദ സന്ദേശം കുറേ കാലം മുമ്പ് പ്രചരിച്ചിരുന്നു. ഹൈന്ദവാഘോഷങ്ങൾക്കിടയിലേക്ക് ട്രക്ക് ഇടിച്ച് കയറ്റിയോ ജലസ്രോതസ്സുകളിൽ വിഷം കലർത്തിയോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് ഇവരെ കൊലപ്പെടുത്തിയോ ഒക്കെ അവനവൻ്റെ മതത്തിനോടുള്ള ഈമാൻ നിർവഹിക്കണമെന്ന്. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമോ അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പോ എന്നൊക്കെയാണ് അറബിയിൽ പറയുന്നതെന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇവർ പല കാലങ്ങളായി, അതായത് ഒരുപാട് കാലങ്ങളായി ഇവരുടെ ആലോചനയിലുണ്ടെന്നുള്ള കാര്യം ഈ അബ്ദുൾ റാഷിദ് എന്ന ജിഹാദിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മാത്രം വ്യക്തമാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ തീർത്ഥയാത്രകൾക്കിടയിലേക്ക് ഹൈന്ദവ വേഷഭൂഷാദികൾ, അതായത് കാവിയും തലയിൽ കെട്ടും ഒക്കെയായി നുഴഞ്ഞു കയറുവാൻ ഭീകരവാദികൾ അല്ലെങ്കിൽ ജിഹാദികൾ, ഏറ്റവും താഴെ തട്ടിലുള്ള മോഷ്ടാക്കൾ. നാളെ ഈ ബാബുൽ അലിയും ഷുക്കൂർ അലിയും ജിഹാദികളായി മാറില്ല എന്നൊരുറപ്പുമില്ല. മാറാനാണ് സാധ്യത കൂടുതൽ. ഇത്തരത്തിലുള്ള ബാബുൽ അലിയും ഷുക്കൂർ അലിയും തിരഞ്ഞെടുക്കുവാനായി കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട സാമഗ്രികൾ നൽകി, സാമഗ്രികൾ നൽകി, പരിശീലനത്തിനുള്ള ചില്ലറ ബോംബ് തയ്യാറാക്കാനുള്ള ചില്ലറ മാർഗനിർദ്ദേശങ്ങളും നൽകി ഒറ്റയാന്മാരായി തന്നെ ഭീകരവാദ പ്രവർത്തനത്തിന് ഇറക്കി വിടുക എന്നുള്ളതും ഇപ്പോഴത്തെ ഹൈബ്രിഡ് ഭീകരവാദികളുടെ, RP പറഞ്ഞതുപോലെ ഹൈബ്രിഡ് ജിഹാദികളുടെ ഒരു പുതിയ തന്ത്രമാണ്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട കാലമാണ് വരുന്നത്. ജാഗ്രത പുലർത്തുക, അത്യന്തം ജാഗ്രത പുലർത്തുക. കൻവാർ യാത്രയിൽ മാത്രമല്ല, തൃശ്ശൂർ പൂരത്തിനും ശബരിമല തീർത്ഥാടനത്തിനും ആറ്റുകാൽ പൊങ്കാലയ്ക്കും എല്ലാ ഹൈന്ദവോത്സവങ്ങൾക്കിടയിലും അപരിചിതരായ, നിങ്ങൾക്ക് സംശയം തോന്നുന്ന ആരെയെങ്കിലും കണ്ടാൽ കൃത്യമായി നിയമപാലകരെ വിവരമറിയിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ സംശയം തെറ്റാണെങ്കിൽ ഒരല്പനേരത്തെ ജാള്യത നിങ്ങൾക്കുണ്ടായെന്ന് വരാം. പക്ഷേ നിങ്ങളുടെ സംശയം ശരിയാണെങ്കിൽ ഒരുപാട് ജീവനുകളെ നിങ്ങൾക്ക് രക്ഷിക്കുവാൻ സാധിച്ചെന്ന് വരാം. അതിനോടൊപ്പം തന്നെ ജിഹാദികളുടെ പദ്ധതികളെ തകർക്കുന്നതിൽ ഭാഗഭാക്കുമാകാം. രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ പൈതൃകത്തിന് വേണ്ടി, സനാതനധർമ്മത്തിന് വേണ്ടി. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓണം വന്നല്ലോ പുത്തുലഞ്ഞിതാ, കാത്തിരുന്ന ഭാഗ്യം പോലെ ഓണം വന്നല്ലോ. ചെന്നൈ സിൽക്സ് വസ്ത്രങ്ങളും